നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ സീറ്റിനു വേണ്ടിയുള്ള പിടിയും വലിയും തമ്മിൽ തല്ലും നിർബന്ധം. ആർത്തിമൂത്ത് കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടിയിൽ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് LDF-നായി സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി UDF-ഉം NDA-യും. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മുതിർന്ന നേതാവായ തോമസ് ചാഴിക്കാടനെ നേരിടാൻ UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും BJP-യും കരുത്തരെ തന്നെ ഇറക്കുമെന്നാണ് സാധ്യത. ജയം ഉറപ്പെന്ന് UDF വിലയിരുത്തുന്ന മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് സീറ്റിനായി മുറവിളി ഉയർന്നത് നേതൃത്വത്തിന് വെല്ലുവിളിയാണ്. കോട്ടയം സീറ്റിലേക്ക് ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ് എന്നിവരുടെ പേരുകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രധാനമായും പരിഗണിക്കുന്നത്. ഇരുവരും PJ ജോസഫിന് പ്രിയപ്പെട്ടവർ. മോൻസ് ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നതിനോട് കോൺഗ്രസിന് താല്പര്യമുണ്ടെങ്കിലും ലോക്സഭയിലേക്ക് ഇല്ലെന്നാണ് മോൻസിന്റെ നിലപാട്. ഇതോടെയാണ് ഇടുക്കി മുൻ MP കൂടിയായ ഫ്രാൻസിസ് ജോർജിന് നറുക്ക് വീഴാനുള്ള സാധ്യതയേറുന്നത്. അതേസമയം കടുത്തുരുത്തി MLA ആയ മോൻസ് ലോക്സഭയിലേക്ക് ഇല്ലെന്ന ഉറച്ച തീരുമാനമെടുത്താൽ സംഘടനാ തലത്തിൽ പാർട്ടി അദ്ദേഹത്തിന് പ്രാമുഖ്യം നൽകിയേക്കും. PJ ജോസഫിന്റെ പിൻഗാമിയായി പാർട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താനും സാധ്യതയുണ്ട്. എന്നാൽ ഫ്രാൻസിസ് ജോർജ് MP ആയാൽ സംഘടനയ്ക്കുള്ളിലെ മോൻസിന്റെ സ്വാധീനം കുറയുമോ എന്ന ആശങ്ക മോൻസ് അനുകൂലികൾക്കുമുണ്ട്. ഇത് PJ ജോസഫ് തന്നെ ഇടപെട്ട് പരിഹരിച്ചേക്കുമെന്നാണ് വിവരം. അതിനിടെ കോട്ടയം സീറ്റിനായി KM മാണിയുടെ മരുമകൻ MP ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ തുടങ്ങിയവർ രംഗത്തെത്തിയത് മുന്നണിക്ക് തലവേദനയായിട്ടുണ്ട്. എന്നാൽ സജി മഞ്ഞക്കടമ്പിന്റെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമാണെന്ന് സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച് ഉറപ്പ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചാൽ നിലവിലെ ആവശ്യത്തിൽ നിന്ന് പിന്മാറിയേക്കും. നേരത്തെ NDA വിട്ടുവന്ന PC തോമസിന്റെ പേരും പാർട്ടി മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരുന്നു. അതേസമയം BJP അനിൽ ആന്റണിയെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. കുറച്ചു ദിവസം മുന്നേ ചേർന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പിടിവലി നടന്നിരുന്നു. ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിലാണ് സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത്. കോട്ടയം സീറ്റിൽ പരിഗണിക്കാൻ പാർട്ടിയോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി പിളർന്ന് ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചാലും അന്ന് യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ആയിരുന്ന താൻ UDF-നെ നിൽക്കുകയായിരുന്നു. പക്ഷേ തനിക്ക് ശേഷം വന്നവർക്കായിരുന്നു സീറ്റ് നൽകിയത്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി ചെയർമാൻ അതിന് നിർബന്ധിതനായിരിക്കുമെന്നും മനഃപൂർവ്വം മാറ്റി നിർത്തിയതാകില്ല എന്നും കരുതുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും കാലങ്ങളിൽ വേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊള്ളാമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ജോസഫിൽ വിശ്വാസമുണ്ടെന്ന് സജി. ഫ്രാൻസിസ് ജോർജിന് അയോഗ്യതയുണ്ടെന്ന് ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെന്നും ഓർമ്മിപ്പിച്ച സജി മഞ്ഞക്കടമ്പിൽ, കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ആളുകളെ മാറ്റി നിർത്തി മറ്റൊരാളെ പരിഗണിച്ചാൽ തനിക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചെയ്താലും ഈ മുറവിളികൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലും തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും.